പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ പ്രാക്ടിക്കൽ ഷീറ്റ് നമ്പർ 12 ടെസ്റ്റ് ബേസ്ഡ് ഓൺ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന പ്രാക്ടിക്കൽ ഷീറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുള്ള ടെസ്റ്റുകൾ പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ നാലാമത്തെ കേസ്, അതായത് സാമ്പിൾ സൈസ് സ്മോളും സിഗ്മ അൺനോണും ആവുന്ന കേസ് ടെസ്റ്റ് ബേസ്ഡ് ഓൺ ടി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നും അത് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ആ രണ്ട് ടെസ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ കേസ് ഇതാണ്, H0 mu is equal to mu naught. അതായത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ്. H0 mu equal to mu naught എന്ന് വരും. അതിന്റെ H1 മൂന്ന് തരത്തിൽ വരും. ഒന്നുകിൽ mu greater than mu naught, അല്ലെങ്കിൽ mu less than mu naught, അതും അല്ലെങ്കിൽ mu not equal to mu naught. ഇവിടുത്തെ ക്രിട്ടിക്കൽ റീജിയൻ, ഒന്നാമത്തെ കേസിലെ ക്രിട്ടിക്കൽ റീജിയൻ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. n സ്മോളും സിഗ്മ അൺനോണുമാണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ റീജിയൻ ടി ഡിസ്ട്രിബ്യൂഷൻ, ടി സ്റ്റാറ്റിസ്റ്റിക്കിനെ ബേസ് ചെയ്താണ് വരുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ ഇങ്ങനെയാണ്: ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ, രണ്ടാമത്തേതാണെങ്കിൽ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ, നോട്ട് ഈക്വൽ ടു ടൈൽഡ് കേസ് ആണെങ്കിൽ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. ഇവിടുത്തെ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയ ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. ഇറ്റ് ഫോളോസ് എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതിൽ മ്യൂ നോട്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂ, എസ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എൻ സാമ്പിൾ സൈസ്. അപ്പോൾ ഈ ടി വാല്യൂ നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നീട് വേണ്ടത് ടി ആൽഫ ബൈ 2 വാല്യൂസ് ആണ്. ഒന്നാമത്തെ കേസിൽ നമുക്ക് കമ്പാരിസൺ വേണ്ടത് ടി ആൽഫ വാല്യൂ ആണ്. ടി ആൽഫ വാല്യൂ ടി ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടി ഇൻവേഴ്സ് 1 മൈനസ് ആൽഫ, അതാണ് ടി ആൽഫ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ചോദിക്കും ടി ഇൻവേഴ്സ് ഫംഗ്ഷന്, അത് n-1 ആണ്. ടി ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കേസിലെ മൈനസ് ടി ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെയാണ്. അവിടെ സിഗ്നിഫിക്കൻസ് ലെവൽ കൊടുക്കേണ്ടത് ആൽഫയാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 തന്നെ. മൂന്നാമത്തെ കേസിലെ ടി ആൽഫ ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യാൻ ടി ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടി ഇൻവേഴ്സ് 1 പ്ലസ് ആൽഫ ബൈ 2 ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ ആയിട്ട് കൊടുക്കേണ്ടത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1. അപ്പോൾ ഈ മൂന്ന് രീതിയിലും ടി ആൽഫ ബൈ 2 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ മാത്രമാണ്. അങ്ങനെ ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഡിസിഷൻ എഴുതുക. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ രണ്ട് നോർമൽ പോപ്പുലേഷൻസിന്റെ മീൻ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ള ടെസ്റ്റാണ്. അതായത് μ1 ഈക്വൽ ടു μ2, അതാണ് H0. H1 മൂന്ന് രീതിയിൽ വരും: μ1 ഗ്രേറ്റർ ദാൻ μ2, μ1 ലെസ് ദാൻ μ2, μ1 നോട്ട് ഈക്വൽ ടു μ2. മൂന്ന് രീതിയിലും ക്രിട്ടിക്കൽ റീജിയൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒന്നാമത്തെ കേസിലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന്റെ സൈൻ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ക്രിട്ടിക്കൽ റീജിയൻ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ. രണ്ടാമത്തെ കേസിൽ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ. മൂന്നാമത്തെ കേസിൽ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇവിടെ ടി വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. ഇതിലെ അസംഷൻ, ഈ ടെസ്റ്റ് ചെയ്യേണ്ട അസംഷൻ ഇതാണ്: സിഗ്മ 1ഉം സിഗ്മ 2ഉം അൺനോൺ ആണ്, ബട്ട് ദേ ആർ ഈക്വൽ. അൺനോൺ ആണെങ്കിലും അവർ ഈക്വൽ ആണെന്ന അസംഷൻ ഉണ്ട്. കൂടാതെ സാമ്പിൾ സൈസസ് n1 ആൻഡ് n2 സ്മോൾ ആയിരിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിത്ത് n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ടി വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് വേണ്ടത് ടി ആൽഫ ബൈ 2. അത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ടി ആൽഫ മൈനസ് ടി ആൽഫ ബൈ 2 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ വീഴുന്നുണ്ടെങ്കിൽ H0 റിജക്ട് ചെയ്യുക, അതർവൈസ് വി കനോട്ട് റിജക്ട് H0. ഇതേ പ്രോബ്ലം തന്നെ
ടി ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തും നമുക്ക് ചെയ്യാം. ടി ടെസ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ എക്സൽ ഫംഗ്ഷൻ. അപ്പോൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അറേ ഫോമിലായിരിക്കണം. അപ്പോൾ ടി ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളോട് ഒന്നാമത് ചോദിക്കുന്നത് അറേ 1 ആണ്, രണ്ടാമത്തേത് അറേ 2, മൂന്നാമത് ടെയിൽസ് ചോദിക്കും, നാലാമത്തേത് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഡേറ്റ അറേ ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ടി ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഈസിയർ മെത്തേഡാണ് ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അറേ 1 എന്ന പോർഷനിൽ ഒന്നാമത്തെ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുക, അറേ 2-ൽ രണ്ടാമത്തെ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ടെയിൽസ് ആണ്, 2 ടെയിൽ ആണോ 1 ടെയിൽ ആണോ എന്നുള്ളതാണ് ടെയിൽസ്. നോട്ട് ഈക്വൽ, അതായത് h1 mu1 നോട്ട് ഈക്വൽ ടു mu2 ടൈപ്പ് ആണെങ്കിൽ അത് 2 ടെയിലും, mu1 ഗ്രേറ്റർ ദാൻ mu2 ഓർ mu1 ലെസ് ദാൻ mu2 ആണെങ്കിൽ അത് 1 ടെയിൽ ടെസ്റ്റും ആണ്. ടൈപ്പ് ഇവിടെ ചോദിക്കുന്നത് ടൈപ്പ് 1 ഓർ 2, അതാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. നമ്മുടെ വാല്യൂസ് പെയർഡ് വാല്യൂസ് ആണെങ്കിൽ ടൈപ്പ് 1-ഉം ഇക്വാലിറ്റി ഓഫ് മീൻസ് വിത്ത് ഈക്വൽ വേരിയൻസ്, അതായത് h0 mu1 ഈക്വൽ ടു mu2 അതാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ടൈപ്പ് 2 ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ അസംഷൻ ഉണ്ടായിരിക്കണം വേരിയൻസ് ഈക്വൽ ആണെന്ന്. ഓക്കെ, ഇങ്ങനെയാണ് ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ എക്സലിൽ യൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. A soap manufacturing company was distributing a particular brand of soap through a number of retail shops. Before a heavy advertisement campaign, the mean sales per week per shop was 140 dozens. After the campaign, a sample of 26 shops was taken and mean sales was found to be 147 dozens with standard deviation 16. Can you consider the advertisement effective? ഒരു സോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഒരു ഹെവി അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ നടത്തുന്നതിന് മുൻപ് അവരുടെ സെയിൽസ് പെർ വീക്ക് 140 ഡസൻസ് ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ക്യാമ്പയിൻ കഴിഞ്ഞ് അവരൊരു 26 ഷോപ്സ് സാമ്പിൾ എടുത്തു. അപ്പോൾ അതിൻ്റെ മീൻ, ആ 26 ഷോപ്സ് എടുത്തതിൻ്റെ മീൻ 147 ആണെന്ന് കണ്ടു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതുകൊണ്ട് യെസ് 16 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റീവ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയേണ്ടത് അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അഡ്വർടൈസ്മെന്റിന് മുൻപ് 140 ഡസൻ ആയിരുന്നു അവരുടെ ആവറേജ് സെയിൽസ്. അപ്പോൾ അത് കൂടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. അതായത് അഡ്വർടൈസ്മെന്റിന് ശേഷമുള്ള പുതിയ പോപ്പുലേഷന്റെ മീൻ 140 തന്നെയാണോ 140യേക്കാൾ കൂടുതലാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ആണ്. എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1, അതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. H1ന്റെ സൈൻ ഗ്രേറ്റർ ആയതുകൊണ്ട് ക്രിട്ടിക്കൽ റീജിയൻ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ എന്നുള്ളതായിരിക്കും. അപ്പൊ ടി ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി ഇൻവേഴ്സ് ആൽഫ കോമ എൻ മൈനസ് 1. ഈ രീതിയിൽ ടിയും ടി ആൽഫയും കണ്ടുപിടിക്കുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾഡ് വാല്യൂ ആണെങ്കിൽ H0 റിജക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. N 26, X ബാർ 147, S 16. നമുക്ക് വേണ്ടത് ടി വാല്യൂ ആണ്. ടി വാല്യൂ നമുക്കറിയാം എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. നമുക്ക് എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 സെപ്പറേറ്റ് ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. എസ് ബൈ സ്ക്വയർ റൂട്ട് എൻ മൈനസ് 1 15. ഓക്കെ, ഇനി ടിയുടെ വാല്യൂ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് 140 ആണ് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. അപ്പോൾ ടി വാല്യൂ 1.69 ആണ്. ഇനി ടി ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം.
ടി ഇൻവേഴ്സ് 1 മൈനസ് ആൽഫ. ഇവിടെ ആൽഫ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0.05 എന്ന് എടുക്കാം. അപ്പോൾ 1 മൈനസ് ആൽഫ 0.95 ആവും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചോദിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്. n26 ആയതുകൊണ്ട് n26 ആയിരുന്നു. നമ്മളിവിടെ എടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കുക, s/√n-1 ആണ് നമ്മൾ 4.13 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 4.13 സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെനു ബാറിൽ, ഈ ഭാഗത്ത് ഫോർമുല ബാറിൽ അവിടെ എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് വരും. നമുക്കവിടെ s/√n-1 ആയിരുന്നു. n-1 25 ആണ്. നമ്മൾ 15 ആണ് കൊടുത്തത്. നമുക്ക് അവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള വാല്യൂ 3 പോയിന്റ് ആകും. ടിയും അതനുസരിച്ച് കിട്ടും. ഇനി ടി ആൽഫ വാല്യൂ ടി ഇൻവേഴ്സ് പ്രോബബിലിറ്റി 0.95, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്, അത് 25, 0.06 എന്ന് കിട്ടി. ഇനി ഇത് തമ്മിലാണ് കമ്പാരിസൺ. ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആണ്. അതുകൊണ്ട് നമ്മുടെ H0 റിജക്റ്റ് ചെയ്യുക വേണ്ടത്. ഇവിടെ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആയതുകൊണ്ട് H0 ഈസ് ടു ബി റിജക്റ്റഡ്. H0 റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അതായത് അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ് ആണ്. Therefore, the advertisement was effective. Okay. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. Mitchell conducted a paired feeding experiment with pigs on the relative values of limestone and bone meal for bone development. The results are ash content in percentage of scapulas of pairs of pigs fed on limestone and bone meal. Data തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് ക്വസ്റ്റ്യൻ ഇതാണ്. Determine the significance difference between the means assuming the values are paired. Significant difference ഡിറ്റർമിൻ ചെയ്യാനാണ്. അപ്പോൾ ഇത് പെയ്ഡ് ആണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. പെയ്ഡ് ഫീഡിങ് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പോപ്പുലേഷൻസിന്റെയും മീൻ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ μ1 ഈക്വൽ ടു μ2 അഗെയിൻസ്റ്റ് H1 μ1 നോട്ട് ഈക്വൽ ടു μ2, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് പെയ്ഡ് ആയതുകൊണ്ട് ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പി വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, പി വാല്യൂ യൂസ് ചെയ്ത് പി വാല്യൂ ആൽഫയുമായിട്ട് കമ്പയർ ചെയ്ത് ടെസ്റ്റിന്റെ ഡിസിഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ആക്സെപ്റ്റ് H0. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ വഴി പി വാല്യൂ കിട്ടും. ആൽഫ നമ്മളിവിടെ 0.05 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പി വാല്യൂ ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ H0 അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ എക്സലിൽ ഈ ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടി ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ടി ടെസ്റ്റിൽ അറേ 1 ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് അറേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അറേ 2. അടുത്തത് ടെയിൽസ് ചോദിക്കും. 2 ടൈൽഡ് ടെസ്റ്റ് ആണോ 1 ടൈൽഡ് ടെസ്റ്റ് ആണോ എന്ന് ചോദിക്കും. ഇവിടെ 2 ടൈൽഡ് ടെസ്റ്റ് ആണ്. അടുത്ത ടൈപ്പ് ചോദിക്കും. ഇവിടെ പെയ്ഡ് ആയതുകൊണ്ട് 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പി വാല്യൂ ആണ്. നമ്മുടെ ആൽഫ വാല്യൂ 0.05 ആണ്. അപ്പോൾ ഇവിടുത്തെ പി വാല്യൂ ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ പി വാല്യൂ ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ H0 അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ H0 റിജക്റ്റ് ചെയ്യാൻ പാടില്ല. സോ H0 cannot be rejected.
H0 റിജക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണ് എന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. രണ്ട് ടൈപ്പ് ഫീഡിങ് കൊടുത്ത പിഗ്സിനും ഒരേ എഫക്റ്റ് ആണ് ഉണ്ടായത്. പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണെന്നുള്ളതാണ്.